ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ PSCയുടെ മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറയും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ പറയും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. നമ്മൾ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി, മെയിൻസ് ഉൾപ്പെടുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ട് പോകും. ഇത് അതിൻ്റെ ആദ്യത്തെ പാട്ടാണ്. ഓക്കെ അല്ലേ? ഞാൻ എപ്പോഴും പറയുന്നത് കൂട്ട് തന്നെ, നീ ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതും. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ എന്താണ് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഇന്ന് 2 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആറ്റം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? ആറ്റം മാതൃക എന്ന ഭാഗത്തിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമുക്ക് തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ഓക്കെ, അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? നമുക്ക് ഓരോന്നും വായിക്കാം. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ ശ്രദ്ധിച്ച് ഇരുന്നാൽ മാത്രം മതി. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന: റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. സെറ്റിൽ 2 സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഊർജം കൂടുന്നു. 4. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്ത് ഉടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായിട്ട് ആറ്റത്തെ ഉപമിച്ച വ്യക്തിയാണ് ഉപമിച്ചു. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് 2, 3, 1, 2, 4, 1, 2, 3, 1, 2, 3, 4. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഫസ്റ്റ് ആറ്റം മാതൃകയായ പ്ലം പുഡിംഗ് മാതൃക. പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ തണ്ണിമത്തന്റെ മാതൃക ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരാണ് J.J. തോംസൺ. J.J. തോംസൺ ആണ് പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ തണ്ണിമത്തന്റെ മാതൃക ആവിഷ്കരിച്ച വ്യക്തി. ആര് പറ? J.J. തോംസൺ ആണ് ആ സയന്റിസ്റ്റ്. നമുക്കറിയാം എന്താ തണ്ണിമത്തന്റെ മാതൃക എന്ന് പറയാൻ കാരണം. നമുക്കറിയാം തണ്ണിമത്തൻ ഇരിക്കുന്നത് എങ്ങനെ, ഒരു ഓവൽ ഷേപ്പ് അല്ലേ? ആ തണ്ണിമത്തൻ എടുത്ത് മുറിക്കുമ്പോൾ അവിടെ കഴിക്കുന്ന ഭാഗം ആ ചുമല ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. ആ കഴിക്കുന്ന ഭാഗം എന്താണ്? പോസിറ്റീവ് ചാർജ്. അതിനകത്ത് വിത്തില്ലേ, കറുത്ത വിത്ത് എന്താണ്? നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ആണെന്ന് ആര് പറഞ്ഞു? J.J. തോംസൺ പറഞ്ഞു. നോക്കാം മക്കളെ, നമുക്കറിയാം കഴിക്കുന്ന ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം എന്താണ്? നമുക്കറിയാം പോസിറ്റീവ് ചാർജ്. ഈ വിത്ത് കണ്ട ഈ കറുത്ത ഭാഗം അത് ഇലക്ട്രോൺ ആണ് എന്ന് ആര് പറഞ്ഞു? J.J. തോംസൺ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്ത് ഉടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണും വിതരണം ചെയ്യുന്ന തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ച വ്യക്തിയാണ് ആര്? J.J. തോംസൺ. ഇത്രയുള്ള കാര്യം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് രണ്ടാമത്തെ പ്ലം പുഡിംഗ് മാതൃക. നമുക്കറിയാം പ്ലം കേക്ക് അറിയത്തില്ലേ? ക്രിസ്മസിനൊക്കെ മേടിക്കുന്ന കേക്ക്, പ്ലം കേക്ക്. ഈ പ്ലം കേക്ക്? ഒരു വൃത്തമുണ്ട്, അതിൻ്റെ അകത്ത് വൃത്തം കൂട്ടിരിക്കില്ലേ, സർക്കിള്. അതിൻ്റെ അകത്ത് ഒരു ഗോളം അല്ലേ? അതിൻ്റെ അകത്ത് എന്താണ്? ഈ പറയുന്ന നട്ട്സ് ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു? വിതറിയിരിക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ പ്ലം കേക്ക്? അത് തന്നെയാണ് മക്കളെ ഇദ്ദേഹം പറഞ്ഞ കാര്യം. ഒരു പോസിറ്റീവ് ഗോളത്തിനകത്ത് ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നു. ഒരു പോസിറ്റീവ് ഗോളത്തിനകത്ത്
ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നു. ഒരു പോസിറ്റീവ് ഗോളത്തിനകത്ത് ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നു. അതേ ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ ഗോളത്തിനകത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും എന്തുണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ ഗോളത്തിനകത്ത് 10 പോസിറ്റീവ് ആണെങ്കിൽ 10 നെഗറ്റീവും ഉണ്ട്, 15 പോസിറ്റീവ് ആണെങ്കിൽ 15 നെഗറ്റീവും ഉണ്ട് അല്ലേ. പോസിറ്റീവിന്റെ നെഗറ്റീവിന്റെ എണ്ണം എന്താ, ആ ഗോളത്തിൽ സെയിം ആണ്. അതുകൊണ്ടാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്, ജെ തോംസൺ. അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ ഈ പോസിറ്റീവ് നെഗറ്റീവിന്റെ എണ്ണം തുല്യമായതുകൊണ്ട് നിർവീര്യമാണ് അല്ലെങ്കിൽ ഉദാസീനമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്, ജെ തോംസൺ. പക്ഷെ പല പരീക്ഷണങ്ങളും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചിരുന്നോ മക്കളെ? ഓക്കെ അല്ലേ? നോക്കിയേ മക്കളെ. ഓക്കെ, ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ വിന്യസിച്ചിരിക്കുന്നു. നോക്കിയേ, ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ഓക്കെ അല്ലേ? നോക്കിയേ, ഈ ഗോളം കണ്ടോ, ഈ ഗോളം കണ്ടോ, ഈ ഗോളത്തിൽ അകത്ത് 10 പോസിറ്റീവ് ആണെങ്കിൽ 10 എന്തും കാണും, നെഗറ്റീവ് കാണും, 0 ആകും. 15 പോസിറ്റീവ് ആണെങ്കിൽ 15 എന്തും കാണും, നെഗറ്റീവ് കാണും. 30 പോസിറ്റീവ് ആണെങ്കിൽ 30 എന്ത് ചെയ്യും, നെഗറ്റീവും കാണും. ഇത്രയുള്ള കാര്യം. അതുകൊണ്ടാണ് ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്, നിർവീര്യമാണ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആര്, നമ്മുടെ ജെ തോംസൺ. ഓക്കെ അല്ലേ? ജെ തോംസന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഒന്ന് ഓർത്തോ, 1906 ജെ തോംസന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തയാണ് മക്കളെ രണ്ടാമത്തെ സയന്റിസ്റ്റ് ആരാ, ഏണസ്റ്റ് റൂദർഫോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് സൗരയൂഥ മാതൃക, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, സൗരയൂഥ മാതൃക ആവിഷ്കരിച്ച ആരാണ്, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. എന്താ മക്കളെ സൗരയൂഥം എന്ന് വെച്ചാൽ, സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഓർബിറ്റിൽ എന്താണ്, ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നു. സൗരയൂഥത്തിന്റെ കേന്ദ്രഭാഗം എന്താ, സൂര്യനാണെങ്കിൽ ഇവിടെ ആറ്റം സൗരയൂഥത്തെ കൂട്ടാണെന്നാണ് നമ്മുടെ ആര് പറഞ്ഞത്, ഏണസ്റ്റ് റൂദർഫോർഡ്. അവിടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെങ്കിൽ ഇവിടെ ആറ്റത്തിന്റെ കേന്ദ്രം എന്താണ്, ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, ഓർബിറ്റിൽ ഹൈ സ്പീഡ് സർക്കുലർ പാത്ത്, നോട്ട് പോയിന്റ്, ഹൈ സ്പീഡ് സർക്കുലർ പാത്തിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ വലം വെക്കുന്നു. മനസ്സിലായോ? എന്ന് വെച്ചാൽ മക്കളെ, ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, പ്രദക്ഷിണം വെക്കുന്നു, കറങ്ങുന്നു. ഹൈ സ്പീഡാ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഹൈ സ്പീഡിൽ കറങ്ങുകയാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും. ഓക്കെ, നോക്കുക മക്കളെ, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് ചുറ്റും എന്താണ്, ഹൈ സ്പീഡ് സർക്കുലർ പാത്തിൽ എന്ന് വെച്ചാൽ വൃത്താകൃതിയിലുള്ള പാതയിൽ ഇലക്ട്രോൺ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോണിന്റെ ഊർജം എന്ത് ചെയ്യും, നഷ്ടപ്പെടും അല്ലേ. അങ്ങനെ ഹൈ സ്പീഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രോണിന്റെ ഊർജം നഷ്ടപ്പെടുകയും തിരിച്ച് ഇവൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരിക്കലും ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ പതിക്കത്തില്ല. മനസ്സിലായി? ഇദ്ദേഹത്തിന് മാതൃക പ്രകാരം ഇലക്ട്രോൺ എവിടെ പതിക്കും, ന്യൂക്ലിയസിൽ പതിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ തിയറി പ്രകാരം. പക്ഷെ ഒരിക്കലും ന്യൂക്ലിയസിൽ പതിക്കത്തില്ല. അങ്ങനെ ആറ്റത്തിന്റെ സ്ഥിരത എക്സ്പ്ലെയിൻ ചെയ്യാൻ ആര് പരാജയപ്പെട്ടു, ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ആറ്റത്തിന്റെ സ്ഥിരത എക്സ്പ്ലെയിൻ ചെയ്യാൻ ആര് പരാജയപ്പെട്ടു, നമ്മുടെ സ്വന്തം ഏണസ്റ്റ് റൂദർഫോർഡ് പരാജയപ്പെട്ടു. ക്ലിയർ ആണല്ലോ? നമുക്കൊന്ന് വായിക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ പോരായ്മ. പഠിച്ചോ, വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം അറിയാം, വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായിട്ട് ഊർജം പുറത്തുവിടേണ്ടതാണ് അല്ലേ. നമുക്കറിയാം, വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായിട്ട് എന്താണ്, ഊർജം പുറത്തുവിടേണ്ടതാണ്. ഓക്കെ, നമുക്കറിയാം ഇലക്ട്രോൺ ചലിക്കുന്ന ചാർജുള്ള കണമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ ഊർജം എന്ത് ചെയ്യണം, പുറത്തുവിടണം.
അതിനാൽ റൂദർഫോർഡ് മാതൃക അനുസരിച്ച് കണ്ട ന്യൂക്ലിയസ് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായിട്ട് ഊർജം നഷ്ടപ്പെടുന്നു. ഓക്കെ അല്ലേ? ന്യൂക്ലിയസ് പതിക്കേണ്ടതുണ്ട്, എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ ആർക്ക് പറ്റിയില്ല? റൂദർഫോർഡ് മാതൃകയ്ക്ക് സാധിച്ചില്ല. പക്കയല്ലേ? സെറ്റല്ലേ? ഇത് പഠിച്ചോണം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, അടുത്ത മാതൃക ബോർ ആറ്റം മാതൃകയാണ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അടുത്ത മാതൃക. ഓക്കെ, ബോർ ആറ്റം മാതൃക. എന്താ ബോർ പറഞ്ഞ കാര്യം? ശ്രദ്ധിച്ചോണം. ബോർ പറഞ്ഞ കാര്യം എന്താ? ഒന്നുമില്ല, ശ്രദ്ധിക്കുക. ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത് നിശ്ചിത പാതയിലൂടെയാണ്. അതാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ. ഈ നിശ്ചിത പാത ഫിക്സ്ഡ് പാത്ത് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? നീൽസ് ബോർ. ഇതാണ് ബോർ ആറ്റം മാതൃകയുടെ ഒന്നാമത്തെ പോയിന്റ്. ഒന്നും കൂടെ പറയാം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്ന, പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റിലൂടെയാണ്. ആ നിശ്ചിത പാതയാണ്. ഓക്കെ അല്ലേ? 2, ഈ ഓർബിറ്റലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 അല്ലെങ്കിൽ KLMNO എന്ന അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. ഓർബിറ്റലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി KLMNO അല്ലെങ്കിൽ 1, 2, 3, 4, 5 എന്ന അക്ഷരം കൊണ്ടോ അല്ലെങ്കിൽ സംഖ്യകൾ കൊണ്ടോ ഒക്കെ സൂചിപ്പിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഓരോ ഓർബിറ്റിനും നിശ്ചിത ഊർജമുണ്ട് അല്ലെ? കെയുടെ ഊർജമല്ല എല്ലിൻ്റെത്, എല്ലിൻ്റെ ഊർജമല്ല എമ്മിൻ്റെത്, എമ്മിൻ്റെ ഊർജമല്ല എന്നിൻ്റെ ഊർജം. ഓരോ ഷെല്ലിനും നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലിനെ അറിയപ്പെടുന്ന പേരാണ് ഊർജ നില, എനർജി ലെവൽ. 3 പോയിന്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്ന നിശ്ചിത പാതയാണ് ഓർബിറ്റ്. 2, ഓർബിറ്റലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1, 2, 3, 4, 5 എന്ന നമ്പർ നൽകിയോ KLMNO എന്ന അക്ഷരങ്ങൾ കൊണ്ടോ സൂചിപ്പിക്കാം. ഓരോ ഷെല്ലിനും നിശ്ചിത ഊർജമുണ്ട്. അതുകൊണ്ട് ഷെല്ലിനെ അറിയപ്പെടുന്ന പേര് ഊർജനില. അടുത്ത പോയിന്റ് നോക്കിയേ, ശ്രദ്ധിച്ച മക്കളെ. കെയുടെ ഊർജം, സപ്പോസ് കെയുടെ ഊർജം 100 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കാം. സപ്പോസ് കെയുടെ ഊർജം എന്താണ്? 100 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കാം. കെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവന്റെ ഊർജം, ഈ ഇലക്ട്രോണിന്റെ ഊർജം എത്രാണ്? 100 കെയുടെ ഊർജം 100 കിലോ ജൂൾ ആണെങ്കിൽ അവന്റെ ഊർജം, ആ ഇലക്ട്രോണിന്റെ ഊർജം എത്ര? 100 കിലോ ജൂൾ. ഈ ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യുവാണ്? കെ ഷെല്ലിൽ കറങ്ങുകയാണ്. ഈ ഇലക്ട്രോൺ എത്ര നാള് കെ ഷെല്ലിൽ കറങ്ങിയാലും ആ ഇലക്ട്രോണിന്റെ ഊർജം എത്ര ആയിരിക്കും? 100 കിലോ ജൂൾ ആയിരിക്കും. ഒരു മാറ്റവും ഇല്ല. അതാണ് ഒരേ ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം, ഒരേ ഷെല്ലിൽ പ്രദക്ഷിണം കറങ്ങുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണിന്റെ ഊർജം കൂടത്തുമില്ല കുറയത്തുമില്ല, റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഓർബിറ്റിനെ അറിയപ്പെടുന്ന പേരാണ് സ്ഥിര ഊർജ നില, ഫിക്സ്ഡ് എനർജി ലെവൽ എന്നറിയപ്പെടും. അല്ലെ, ഞാൻ പറഞ്ഞില്ലേ കെയിൽ ഇലക്ട്രോൺ ഇരിക്കുക, ഞാൻ ഇലക്ട്രോണാണ് കെ ഇരിക്കുക. അപ്പൊ എൻ്റെ കെയുടെ ഊർജ്ജം 100 ആണെങ്കിൽ എൻ്റെ ഊർജ്ജം എന്താ? ഞാൻ ഇലക്ട്രോൺ ആണെങ്കിൽ എൻ്റെ ഊർജ്ജം 100. ഞാൻ എത്ര നാളാ കെ ഷെല്ലിൽ കറങ്ങിയാലും എൻ്റെ ഊർജ്ജം എന്തായിരിക്കും? ഇലക്ട്രോണിൻ്റെ ഊർജ്ജം 100 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി 4 പോയിന്റ് പക്കയാണെന്ന് വിശ്വസിക്കുന്നു. 5ാമത്തെ പോയിന്റ്, ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഊർജം കൂടുന്നു. ന്യൂക്ലിയസിന് അകലം കൂടുന്തോറും ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയത്തില്ലേ? ഞാൻ പറയാം, ന്യൂക്ലിയസിന് അടുത്ത ഷെല്ലിലെ ഇലക്ട്രോണിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന, അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? ആകർഷണ ബലം കുറയുമ്പോൾ ഊർജം എന്ത് ചെയ്യും? കൂടും. ഊർജം കൂടിയ ഷെല്ല് എന്താണ്? ഓയാണ്. ഓ ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്താ ആൻസർ? ഓ ഓപ്ഷൻ ഇല്ലെങ്കിൽ ആൻസർ എൻ ആണ്. ഊർജം കൂടിയ ഷെല്ല് ഓ അല്ലെങ്കിൽ എൻ ആണ്. ഓ അല്ലെങ്കിൽ എൻ ആണ്. ഊർജം കുറവാണ് എന്ത്? കെക്ക്. ഊർജം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗതികോർജം, സഞ്ചരിക്കാനുള്ള എനർജി.
കാരണം കാരണം ന്യൂക്ലിയസ് അകലം കൂടുന്തോറും എന്താണ് ഊർജ്ജം എന്തെങ്കിലും കൂടും. കൂടുതൽ ഓ ഇല്ലെങ്കിൽ എൻ. ഓക്കെ അല്ലേ? കുറവ് കേക്കാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോണം. അപ്പം ഞാൻ പറഞ്ഞു ഓരോ ഷെല്ലിനും നിശ്ചിത ഊർജ്ജമുണ്ട്. കെയുടെ ഊർജ്ജമല്ല എല്ലിൻ്റെത്, എല്ലിൻ്റെ ഊർജ്ജമല്ല എമ്മിൻ്റെത്. ന്യൂക്ലിയസ് അകലം കൂടുന്തോറും ഊർജ്ജം കൂടും. കെയുടെ ഊർജ്ജം 100 ആണെങ്കിൽ എല്ലിൻ്റെ എത്ര ആയിരിക്കും? 100-നേക്കാൾ കൂടുതലായിരിക്കും, 200 ആയിരിക്കും. ഓക്കെ അല്ലേ? എമ്മിൻ്റെ എത്ര? 300 ആയിരിക്കും. എന്നിൻ്റെ എത്ര? 400 ആയിരിക്കും. ഓയുടെ എത്ര? 500 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഓരോ ഷെല്ലിനും നിശ്ചിത ഊർജ്ജമുണ്ട്. ന്യൂക്ലിയസ് അകലം കൂടുന്നതോറും ഊർജ്ജം കൂടുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ, കെ ഷെല്ലിൽ ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ്റെ ഊർജ്ജം എത്ര? 100 ആണ്. ഇവരെന്ത് ചെയ്യണം? കെ ഷെല്ലിൽ നിന്നും എന്ത് ചെയ്യണം? എല്ലിലോട്ട് പോകണം. കാരണം ഇലക്ട്രോൺ ഉണ്ട്, അവൻ്റെ ഊർജ്ജം 100 ആണ്. അവൻ്റെ കയ്യിൽ 100 ഊർജ്ജമേ ഉള്ളൂ. ആ ഇലക്ട്രോൺ എങ്ങോട്ട് പോകണം? എല്ലിലോട്ട് പോകണം. 100 ഊർജ്ജം കൊണ്ടൊരിക്കലും എല്ലിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? എല്ലിൽ പോകണമെങ്കിൽ അവന് എത്ര ഊർജ്ജം സ്വീകരിക്കണം? മൊത്തം 200 കിലോ ജൂൾ ഊർജ്ജം അവന് വേണം. അവൻ്റെ കയ്യിൽ 100 ഉള്ളൂ. അവൻ എങ്ങോട്ട് പോകണം? കെയിൽ നിന്നും എല്ലിലേക്ക് പോകണം. എല്ലിൽ ചെല്ലണമെങ്കിൽ അവൻ എന്ത് വേണം? 200 കിലോ ജൂൾ ഊർജ്ജം വേണം. അവൻ്റെ 100 ഉള്ളു. 200 ആകാൻ എന്ത് ചെയ്യണം? 100 കിലോ ജൂൾ ഊർജ്ജം എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണം. പഠിച്ചോ? അപ്പം എനർജി കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും, കുറഞ്ഞ ഓർബിറ്റാണ് കെ, ഇതിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ ഊർജം എന്ത് ചെയ്യണം? സ്വീകരിക്കണം, ആഗിരണം ചെയ്യണം. ഇനി തിരിച്ചു ഞാൻ ചോദിക്കട്ടെ, എല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അവൻ്റെ ഊർജ്ജം എത്ര മക്കളെ? 200 കിലോ ജൂളാണ് അവൻ്റെ ഊർജ്ജം. ഒരു സപ്പോസ് ഒരു മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. എല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അവൻ്റെ ഊർജ്ജം എത്രയാണ്? 200 കിലോ ജൂളാണ്. അവൻ്റെ കയ്യിൽ 200 കിലോ ജൂൾ ഊർജ്ജം ഉണ്ട്. ആ എല്ലിൽ നിന്നും അവൻ എങ്ങോട്ട് പോകണം? കെയിലേക്ക് പോകണം. കെയിൽ 100 മതി, അവൻ്റെ കയ്യിൽ ഓൾറെഡി 200 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 100 കിലോ ജൂൾ ഊർജ്ജത്തെ കളയണം അല്ലേ? അപ്പോൾ എന്താ? ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഊർജത്തെ പുറന്തള്ളണം. ഒന്നും കൂടെ പറയാം. ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ ഊർജത്തെ ആഗിരണം ചെയ്യണം. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ ഊർജത്തെ എന്ത് ചെയ്യണം? കളയണം. ഇതാണ് മക്കളെ എന്ത്? ബോർ ആറ്റം മാതൃക. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിലാണ്. ഓരോ ഓർബിറ്റിലെ ഇലക്ട്രോണിനും നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഓർബിറ്റലുകളെ ഊർജ നില എന്നറിയപ്പെടുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണിൻ്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റലുകളെ സ്ഥിര ഊർജ നില എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഓർബിറ്റലുകളുടെ ഊർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ? ഇതാണ് അടുത്ത പറഞ്ഞ ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം എന്ത് ചെയ്യും? പുറത്ത് വിടുന്നു. ഓക്കെ അല്ലേ? അടുത്ത എന്താ? ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം എന്ത് ചെയ്യുന്നു? ഊർജം ആഗിരണം ചെയ്യുന്നു അല്ലേ? ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഓർബിറ്റലുകൾക്ക് 1, 2, 3, 4, 5 അല്ലെങ്കിൽ KLMNO എന്ന അക്ഷരം കൊണ്ടൊക്കെ സൂചിപ്പിക്കാം. പറഞ്ഞ പോയിന്റാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മക്കളെ ഒന്ന് ആൻസർ ഒന്ന് പറഞ്ഞേ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസ് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ശരിയാണ് റൂദർഫോർഡിന്റെ മാതൃക പ്രകാരം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഓക്കെ അല്ലേ? ബോർ മാതൃകയിൽ ഒരു നിശ്ചിത സെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോൺ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ശരിയാണ്. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിന് അകലം കൂടുന്തോറും സെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ. ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ
എല്ലാം എന്താണ് ശരി എന്നാണ് നമ്മുടെ ആൻസർ. എല്ലാം എന്താണ് ശരി എന്നാണ് ആൻസർ. ഓക്കെ അല്ലേ? എല്ലാം എന്താണ് ശരി. അപ്പോൾ മനസ്സിലായ ഒന്നാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും സിമ്പിൾ അല്ലേ മക്കളെ? സെറ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി ശ്രദ്ധിക്കുക മക്കളെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ സീരീസ് ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം അടുത്ത ഞാൻ ക്ലാസ് ചെയ്യും. ഓക്കെ അല്ലേ? എപ്പോഴും പറയുന്ന കൂടെ തന്നെ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ വ്യക്തി ആര്? റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ വ്യക്തി ആര്? നമുക്കറിയാം, ഒരേ പൊളിക്ക് നമുക്കറിയാം ആൻസർ ഹെൻറി 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 ബെക്വറലാണ്. ഹെൻറി ബെക്വറലാണ്. ഹെൻറി ബെക്വറലാണ് എന്ത് കണ്ടെത്തിയത്? റേഡിയോ ആക്ടിവിറ്റി, നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ വ്യക്തിയാണ് ഹെൻറി ബെക്വറൽ. എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ? ഒന്നുമില്ല, എന്താ, യുറേനിയം, തോറിയം തുടങ്ങിയ ചില മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങളെ പുറന്തള്ളും. ഈ പ്രതിഭാസമാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി. എന്നാ യുറേനിയം, തോറിയം പോലുള്ള അല്ലെങ്കിൽ മുതലായ മൂലകങ്ങൾ അല്ലെങ്കിൽ പോലുള്ള മൂലകങ്ങൾ ചില വികിരണങ്ങളെ പുറന്തള്ളും. ആ പുറന്തള്ളുന്ന വികിരണങ്ങളാണ് ആൽഫ, ബീറ്റ, ഗാമ. ആൽഫയ്ക്ക് പോസിറ്റീവ് ചാർജും മാസുമുണ്ട്, ബീറ്റയ്ക്ക് നെഗറ്റീവ് ചാർജ്, ഗാമയ്ക്ക് മാസുമില്ല, ചാർജുമില്ല. മാസും ചാർജുമില്ലാത്ത വികിരണം കിരണം ചോദിച്ച ആൻസർ ഒരേ പൊളിക്ക് പറയാം, അതെന്താണ്? ഗാമയാണ്. മനസ്സിലായോ? അപ്പൊ എന്താ റേഡിയോ ആക്ടിവിറ്റി? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങളെ പുറന്തള്ളുന്നു. ആ പ്രതിഭാസമാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് 1896 ഹെൻറി ബെക്വറൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടെത്തിയത്? റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. ഏതൊക്കെ വികിരണങ്ങളെ പുറന്തള്ളുന്നത്? ആൽഫ, ബീറ്റ, ഗാമ. ആൽഫയുടെ ചാർജ് പോസിറ്റീവ്, ബീറ്റയ്ക്ക് നെഗറ്റീവ്, ഗാമയ്ക്ക് ചാർജും മാസും ഇല്ല. സെറ്റാണോ? ഒന്ന് പറഞ്ഞേ മക്കളെ, എന്താ റേഡിയോ ആക്റ്റീവത? ഒന്ന് പറഞ്ഞേ. യുറേനിയം, തോറിയം മാത്രമല്ല തുടങ്ങിയ വികിരണങ്ങൾ, തുടങ്ങിയ ചില മൂലകങ്ങൾ, ഓക്കെ, തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങളെ പുറന്തള്ളുന്നു. ഏതൊക്കെ വികിരണം? ആൽഫ, ബീറ്റ, ഗാമ. ഈ പ്രതിഭാസമാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങളെ പുറന്തള്ളുന്നു. അതാണ് റേഡിയോ ആക്ടിവിറ്റി. 1896 ഹെൻറി ബെക്വറലാണ് ഇത് കണ്ടെത്തിയത്. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്ടിവിറ്റി ഫലമായിട്ട് പുറത്തു വരുന്നത്. ഏതൊക്കെയാ? പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ. ഓക്കെ, അങ്ങനെയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൽഫ, ബീറ്റ കിരണങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആൽഫയും ബീറ്റയും കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡിന് നോബൽ പ്രൈസ് കിട്ടിയ വർഷം ഒന്ന് ഓർത്തുവെക്ക, 1908. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാര ഏണസ്റ്റ് റൂദർഫോർഡ്. എന്നാൽ ഗാമ കണ്ടെത്തിയ വ്യക്തിയാണ് പോൾ വില്യാർഡ്. അപ്പൊ ആൽഫയും ബീറ്റയും കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്, ഗാമ കണ്ടെത്തിയത് പോൾ വില്യാർഡ്. സെറ്റാണ് മക്കളെ. ഈ 2 ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത 2ാമത്തെ സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.